നമസ്കാരം. ബംഗളൂരുവിലെ മഹാദേവപുരയിൽ 32കാരിയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. മഹാദേവപുര പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡായ മഞ്ജുളയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭർത്താവ് പ്രദീപനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ചയായിരുന്നു തലസ്ഥാന നഗരിയെ നടുക്കിയ ഈ ക്രൂര സംഭവമുണ്ടായത്. 15 വർഷം മുൻപായിരുന്നു മഞ്ജുളയുടെയും പ്രദീപിന്റെയും വിവാഹം. ഇവർക്ക് 2 കുട്ടികളുണ്ട്. പ്രദീപൻ ഓൺലൈൻ ബെറ്റിംഗിൽ അടിമയായിരുന്നു എന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഇതേ ചൊല്ലി ഇവരുടെ വീട്ടിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു. മഞ്ജുളയുടെ സ്വഭാവത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്ന പ്രദീപ് കുട്ടികളുടെ പിതൃത്വത്തെ പോലും പലപ്പോഴും ചോദ്യം ചെയ്തിരുന്നു. ഭർത്താവിന്റെ പീഡനം സഹിക്കവയ്യാതെ കഴിഞ്ഞ 1.5 മാസമായി മഞ്ജുള കുട്ടികളോടൊപ്പം സ്വന്തം അമ്മയുടെ വീട്ടിലായിരുന്നു താമസം. ഞായറാഴ്ച മഞ്ജുള താമസിക്കുന്ന വീട്ടിലേക്ക് ജാക്കറ്റിനുള്ളിൽ കത്തി ഒളിപ്പിച്ചു വെച്ചാണ് പ്രദീപ് വന്നത്. മഞ്ജുള തന്നോട് ക്ഷമിക്കണമെന്നും ഒപ്പം തിരികെ വരണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. ഇതിനായി ഇയാൾ മഞ്ജുളയുടെ കാലിൽ വീണ് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് അക്രമാസക്തനായ പ്രദീപ് കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് മഞ്ജുളയെ അമ്മയുടെയും 2 മക്കളുടെയും മുന്നിലിട്ട് 20ലേറെ തവണ ക്രൂരമായി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കൊലപാതകം നടത്തുന്നതിന് തൊട്ടു മുൻപ് പ്രദീപ് ഒരു വീഡിയോ സന്ദേശവും റെക്കോർഡ് ചെയ്തിരുന്നു. തന്റെ ഓൺലൈൻ ചൂതാട്ടം കുടുംബം തകർത്തുവെന്ന് ഇയാൾ വീഡിയോയിൽ സമ്മതിക്കുന്നുണ്ട്. എനിക്ക് എന്റെ ഭാര്യയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഞാൻ അവളുടെ അച്ഛനോടും അളിയനോടും സംസാരിച്ചിട്ടുണ്ട്. ജോലി കഴിഞ്ഞ് വൈകുന്നേരം അവൾ തിരിച്ചെത്തും. ഞാൻ ഒരിക്കൽ കൂടി എന്നോടൊപ്പം വരാൻ അവളോട് പറയും. വരില്ലെന്ന് വീണ്ടും പറഞ്ഞാൽ അവളെ ഞാൻ അവിടെ വെച്ച് തന്നെ കൊല്ലും എന്നാണ് പ്രദീപ് വീഡിയോയിൽ പറഞ്ഞിരുന്നത്. മഞ്ജുളയെ കുത്തിക്കൊലപ്പെടുത്തിയതിനു പിന്നാലെ ഇതേ കത്തി ഉപയോഗിച്ച് പ്രദീപ് സ്വന്തം കൈമുറിച്ച് ആത്മഹത്യയ്ക്കും ശ്രമിച്ചു. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.